ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് അവിടെ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ഒരു റാലി മാർക്കറ്റിൽ വലിയൊരു ആവേശം സൃഷ്ടിച്ചിരുന്നു. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്തത് 23,629 അവിടെ നിന്ന് അത് താഴോട്ടേക്ക് പോയിട്ട് 22,453 വരെ എത്തിയിരുന്നു. അവിടെ നിന്നാണ് തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ഒരു റാലി നടന്നത്. അതിൻ്റെ ഹൈ ഒരു ഘട്ടത്തിൽ 23,503 വരെ പോയിരുന്നു. അതായത് ലോയിൽ നിന്നും ഹൈയിലേക്കുള്ള ഒരു ഡിഫറൻസ് 1000 പോയിന്റിൻ്റെ ഡിഫറൻസ് ആണ്. ഫൈനലായിട്ട് ചില പ്രോഫിറ്റ് ബുക്കിങ്ങോടുകൂടി 23,215 ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഏതായാലും 1000 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവുകയില്ലെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ആ ഒരു ക്ലോസിംഗ് ആയിട്ട് 23,215 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 700 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു മൂവ് ഇന്ന് മോർണിംഗിൽ നടന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി ഇന്ന് അതിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്നിട്ടുള്ളത് 366 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ 23,000 എന്നുള്ള ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഫൈനലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,912 ഒരു ഘട്ടത്തിൽ നിഫ്റ്റി താഴോട്ടേക്ക് പോയിട്ട് 22,624 വരെ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള ഒരു മൂവ് ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെ വന്നിട്ടുള്ള ട്രംപിൻ്റെ സീസ് ഫയർ അനൗൺസ്മെൻറ്റ് അവിടെ യഥാർത്ഥത്തിൽ ഒരു പെർമനന്റ് സീസ് ഫയർ അല്ല ട്രംപ് ഉദ്ദേശിച്ചത്. അതായത് ഇറാന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾക്കെതിരെ നടത്താൻ ഉദ്ദേശിച്ച വ്യോമാക്രമണം അത് 5 ദിവസത്തേക്ക് നീട്ടിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ ഒരു വിദേശ നയം എന്ന് പറയുന്നത് പലപ്പോഴും അത് പ്രവചനാതീതമാണ്. അവിടെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ കഴിയില്ല. ഹൈലി ഇൻകൺസിസ്റ്റൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും. ഇപ്പോൾ പൊതുവെ പല നിരീക്ഷകരും മനസ്സിലാക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുന്നത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ് അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നത് എന്നാണ്. അതായത് ഒരേ സമയം കടുത്ത ഭീഷണി മുഴക്കുകയും തൊട്ടടുത്ത നിമിഷം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശൈലി. ഇത് ശത്രുക്കളെ പൊതുവെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു 5 ദിവസത്തെ ഒരു സീസ് ഫയറിനെ പറ്റി പറഞ്ഞെങ്കിലും ഇറാൻ അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതായിട്ട് എവിടെയും നമ്മൾ റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. അപ്പോൾ ട്രംപ് പറയുന്നത് പോലെ അമേരിക്കയുമായിട്ട് യാതൊരുവിധ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും നിലവിലുള്ള ക്രൂഡ് ഓയിൽ പ്രൈസിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാത്രം, അതേപോലെ തന്നെ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾക്ക് കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യമുള്ളതുകൊണ്ടും ട്രംപ് എടുക്കുന്ന ഒരു തന്ത്രമാണിതെന്നാണ് തുടക്കത്തിലൊക്കെ ഇറാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മന്ത്രാലയം പ്രതികരിച്ചത്. എന്നാൽ അവിടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ചില രാജ്യങ്ങൾ വഴി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഈജിപ്റ്റ്, തുർക്കി, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ വഴി അമേരിക്ക രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേപോലെ ഇസ്രായേലും ഇതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയും ഇറാന് മേലുള്ള ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നുമുണ്ട്. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി താൽക്കാലികമായിട്ട് വലിയ നീക്കങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഇസ്രായേൽ മാറി നിന്നേക്കാം. അപ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എണ്ണ വില നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിനാണ് അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് തടസ്സപ്പെടാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വശത്ത് ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുറന്നിടുകയും മറുവശത്ത് ഇറാന്റെ സൈനിക സാമ്പത്തിക ശേഷി തകർക്കുന്ന രീതിയിലുള്ള പ്രഹരങ്ങൾ നൽകുന്ന ഒരു രീതിയാണ് നിലവിലുള്ള യുദ്ധത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ ചില വാർത്തകൾ കാണുന്നത് ഇറാനിലെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയി അമേരിക്കയുമായി വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന വാർത്തകൾ ഇന്റർനാഷണൽ മീഡിയകളിൽ സജീവമായിട്ട് കാണാം. അപ്പോൾ ഇസ്രായേലി മീഡിയ ആയിട്ടുള്ള യദിയോത്ത് അഹ്റോണോത്ത് എന്ന് പറയുന്ന മീഡിയ, അതേപോലെ അറബ് ന്യൂസ്, ANI തുടങ്ങിയ പ്രമുഖ ഏജൻസികൾ ഈ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഗാച്ചിയും അമേരിക്കയുടെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും തമ്മിൽ ചർച്ചകൾ നടന്നതായിട്ടും ഇതിന് മുജ്തബ ഖമനേയിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടും പല സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും കാണാം. എന്നാൽ ഇറാനിലെ ഔദ്യോഗിക മീഡിയകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു ഡീലുമായിട്ട് എത്രമാത്രം പോസിറ്റീവായിട്ട് ഔദ്യോഗികമായിട്ടും പ്രതികരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു റിക്കവറി നമുക്ക് പെർമനൻ്റ് ആയിട്ട് കാണാൻ കഴിയുക. അപ്പം നിലവിൽ ഒരു സംശയത്തോടെയാണ് ഈ ഒരു സീസ് ഫയറിനെ നമ്മുടെ മാർക്കറ്റ് കാണുന്നതെന്ന് ഇന്നത്തെ അതിൻ്റെ പ്രകടനത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. എന്നാൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 100-ൽ താഴെ വന്നതായിട്ട് കാണാം. ഇന്നത്തെ ഡേ റേഞ്ച് ഏകദേശം 96 എന്ന ലെവലിൽ വരെ ക്രൂഡ് ഓയിൽ പ്രൈസ് പോയതായിട്ട് നമുക്ക് കാണാം.
അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ വരുന്ന ഇത്തരം സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും തമ്മിൽ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിലെ ക്ലോസിങ്ങിന് ശേഷം നമ്മൾ കാണുന്നത് ഏകദേശം 66% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തതായിട്ടാണ്. അവിടെ 29% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ബ്രോഡ് മാർക്കറ്റിൽ ഈ ഒരു സീസ് ഫയറിനെ വളരെ പോസിറ്റീവായിട്ട് എടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ലാർജ് ക്യാപ്പിനേക്കാൾ കൂടുതൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് കാറ്റഗറികളിലാണ് നല്ല മുന്നേറ്റം നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം ലാർജ് ക്യാപ്പിനേക്കാൾ അവിടെ 2% കൂടുതലുള്ള ഒരു അപ്സൈഡ് മൂവാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ ഇന്ത്യ വിക്സ് ഏകദേശം 7% താഴത്തേക്ക് വന്നിട്ട് 24 എന്ന ലെവലിലാണ് നിൽക്കുന്നത്. എങ്കിലും ആ ഒരു മാർക്കറ്റിൻ്റെ ഭയം പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ടില്ല. കാരണം വളറ്റിലിറ്റി ഇൻഡെക്സ് ഇപ്പോഴും ഹൈയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇന്ത്യൻ റുപ്പി നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഡേ റേഞ്ച് നമ്മൾ കാണുന്നത് ഏകദേശം 93.2 മുതൽ 93.8 എന്നുള്ള ഒരു റേഞ്ചാണ്. അപ്പോൾ ഇവിടെ അത് 94 പോയിട്ടില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. അതുപോലെ ഗോൾഡ് പ്രൈസിലും ഇന്ന് നേരിയൊരു തിരിച്ചുവരവ് വന്നതായിട്ട് കാണാം. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ശക്തമായിട്ട് ഫോൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്ന ഗോൾഡ് ഇന്നൊരു 0.57% റിക്കവറി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണാം. സിൽവറിലും ഒരു 1.4% ഒരു റിക്കവറി നടന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഇപ്പോഴും ഭീഷണിയായി നിൽക്കുന്ന FISൻ്റെ സെല്ലിങ് ഇന്നലെ നടന്നത് അത് ഏകദേശം 10,000 കോടിക്ക് മുകളിലാണ്. അപ്പോൾ ഓൾറെഡി ഈ മാർച്ച് മാസം 97,000 കോടിക്ക് മുകളിലുള്ള ഒരു സെല്ലിങ് അവർ ഓൾറെഡി നടത്തി കഴിഞ്ഞു. FIS ഏറ്റവും അധികം സെൽ ചെയ്ത ഒരു മന്ത് പ്രീവിയസ് റെക്കോർഡ് എന്ന് പറയുന്നത് 1,14,000 കോടിക്ക് മുകളിലുള്ള ഒരു സെല്ലിംഗ് ആണ്. അത് നടന്നത് 2024 ഒക്ടോബറിലാണ്. അപ്പോൾ ആ ലെവലിനോട് അടുക്കാൻ ഇനിയുള്ളത് ഒരു 17,000 കോടിയുടെ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഇന്നലെ 10,000 കോടി അവർ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയൊരു 2 ട്രേഡിംഗ് സെഷനിൽ കൂടി അതേ രീതിയിലുള്ള ഒരു സെല്ലിംഗ് നടത്തുകയാണെങ്കിൽ ആ ഒരു റെക്കോർഡ് ലെവലിലേക്ക് FIS സെല്ലിംഗ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മാർച്ച് മാസം ഇനിയും 5 ട്രേഡിംഗ് ഡേ ബാലൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഏറ്റവും നന്നായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഇൻഡിഗോ എയർലൈൻസ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ബജാജ് ഫിനാൻസ്, എറ്റേണൽ, ഏഷ്യൻ പെയിൻറ്റ്, അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അവിടെ ഏകദേശം 4 മുതൽ 6% റാലി ഈ സ്റ്റോക്കുകൾ നടന്നായിട്ട് കാണാം. നിഫ്റ്റി 500 സ്റ്റോക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ റാലി എന്ന് നടത്തുന്നത് BLS ഇൻ്റർനാഷണൽ, ആൽക്കൈൽ അമൈൻ, ലിൻഡെ ഇന്ത്യ, വിശാൽ മെഗാമാർട്ട്, കാപ്രി ഗ്ലോബൽ, അതുപോലെ മിൻഡ കോർപ്പറേഷൻ, സമ്മാൻ ക്യാപിറ്റൽ പോലെയുള്ള സ്റ്റോക്കുകളിലാണ്. അവിടെ ഏകദേശം 7 മുതൽ 10% വരെ ഒരു റാലി ഈ സ്റ്റോക്കുകളിലൊക്കെ നടന്നായിട്ട് കാണും. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ എല്ലാ സെക്ടറുകൾ എടുത്താലും എല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ രീതിയിൽ സെക്ടർ ഇൻഡെക്സുകളെല്ലാം പച്ചയിൽ കത്തി നിൽക്കുന്നത് കാണുന്നത്. ഏകദേശം 1% മുതൽ 2% വരെ മെജോറിറ്റി സെക്ടേഴ്സും മുന്നോട്ട് വന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ഇന്ന് കാര്യമായിട്ട് ഫോക്കസിലേക്ക് വന്ന 2 സ്റ്റോക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് BLS ഇൻ്റർനാഷണൽ സർവീസ് ആണ്. അതായത് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 സ്റ്റോക്കുകളിൽ ഏറ്റവും ടോപ്പ് ഗെയിനർ ആയിട്ട് ഇന്ന് കണ്ടത് BLS ഇൻ്റർനാഷണൽ സർവീസ് ആണ്. അതിൻ്റെ പ്രൈസ് ഏകദേശം 14% ഉയർന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ടൂറിസം അതുപോലെ വിസ സർവീസ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഉണർവും അതുപോലെ സീസ് ഫയർ വാർത്തകളും വന്നതോടെ ഇൻ്റർനാഷണൽ ട്രാവലിംഗ് കൂടുമെന്ന പ്രതീക്ഷയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഷെയറിനെ സ്വാധീനിച്ചതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ വൻതോതിലുള്ള ഹൈ വോളിയം ട്രേഡ് ഈ സ്റ്റോക്കിൽ നടന്നതായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. 10,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് 261 എന്ന ലെവലിലാണ്. 429 എന്ന ഹൈയിൽ നിന്നാണ് ഈ രീതിയിൽ ഏകദേശം 40% ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വന്നത്. നിലവിൽ ഇതിൻ്റെ PE വളരെ അട്രാക്റ്റീവായി നിൽക്കുന്നത് കാണാം. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 16 എന്ന ലെവലിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 40 ആയിരുന്നു. കൂടാതെ ഇതിൻ്റെ PEG റേഷ്യോ 0.26 ആണ്. അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു PEG റേഷ്യോ ആണ്. കൂടാതെ ഇൻഡസ്ട്രി PE ആയിട്ടുള്ള 37 താഴെയാണ് നിലവിലുള്ള PE. കൂടാതെ RSI സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഓവർ സോൾഡ് സോണിലാണെന്നാണ്. 27 എന്നുള്ള ഒരു RSI ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ROCE 33 ROE 34 കാണിക്കുന്ന ശക്തമായ ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണിത്. കൂടാതെ വലിയ കടബാധ്യതകളില്ലാത്ത 0.19 ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്ന, കൂടാതെ കഴിഞ്ഞ ട്രailing 12 മന്ത്സിൻ്റെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും 40% കൂടുതൽ കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ആഡ് ആവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് 50% മുന്നേറ്റം നടത്തിയ സ്റ്റോക്കായിട്ടുള്ള ഗുജറാത്ത് ആൽക്കലീസ് ആൻഡ് കെമിക്കൽസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മാത്രം 20% ഈ സ്റ്റോക്ക് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗുജറാത്ത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷന് കാര്യമായ ഹോൾഡിംഗ് ഉള്ള ഒരു PSU കമ്പനിയാണിത്. പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് കോസ്റ്റിക് സോഡയാണ്. കൂടാതെ ലിക്വിഡ് ക്ലോറൈൻ, ഹൈഡ്രജൻ പെറോക്സൈഡ് തുടങ്ങിയിട്ടുള്ള 36ഓളം പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രധാനപ്പെട്ട ബിസിനസ് 80% ഡൊമസ്റ്റിക് ആണ്. വെറും 20% മാത്രമാണ് എക്സ്പോർട്ട് ലെവലുള്ളത്.
ഇപ്പോൾ നിലവിൽ കെമിക്കൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഒരു നേരിയ ഉണർവും കൂടാതെ കോസ്റ്റിക് സോഡ പോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും ഈ സ്റ്റോക്കിലുണ്ട്. എന്നാൽ നിലവിൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നല്ല പ്രഷറിലാണെന്ന് കാണാൻ കഴിയും. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഇതിൻ്റെ ബുക്ക് വാല്യൂവിനേക്കാൾ താഴ്ന്ന വിലയിലാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ ബുക്ക് വാല്യൂ 759 സ്റ്റോക്കിൻ്റെ പ്രൈസ് 628 4000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. 2% കൂടുതലുള്ള ഒരു ഡിവിഡൻഡ് ഈൽഡും കൂടി നൽകുന്ന ഒരു കമ്പനി കൂടിയാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.11 മാത്രമാണ്. പക്ഷേ ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ROC നെഗറ്റീവാണ്, ROE നെഗറ്റീവാണ്. കൂടാതെ നിലവിൽ ഈ സ്റ്റോക്ക് വലിയ തോതിൽ റണ്ണപ്പ് നടന്നത് കാരണം ഇപ്പോൾ ഓവർ ബോട്ട് സോണിലാണ്. അതായത് 78 എന്നുള്ള ഒരു RSI ആണ് നമുക്ക് കാണാൻ. അതുപോലെ സെയിൽസ് ഗ്രോത്ത് അത്ര ഇംപ്രസീവ് അല്ല. 7% ഒരു സെയിൽസ് ഗ്രോത്ത് മാത്രമാണ്, വളരെ പുവർ ആയിട്ടുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് ആണ്. ട്രെയിലിംഗ് 12 മന്ത്സിന്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 92% എന്ന രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് ഈ സ്റ്റോക്കിൻ്റേത് വളരെ മോശമായിരുന്നു. എന്നിട്ട് പോലും ഈ സ്റ്റോക്ക് ഇപ്പോൾ കയറുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്, ഒന്ന് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് 4.6 ലക്ഷം ഷെയറുകൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ് ഈ സ്റ്റോക്കിൻ്റെ മുന്നേറ്റത്തിന് ഒരു കാരണമായിട്ടുള്ളത്. അതോടുകൂടി GNFCയുടെ ഈ സ്റ്റോക്കിലുള്ള ഹോൾഡിങ് 2.77 എന്ന ലെവലിൽ നിന്ന് 3.4% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഈ സ്റ്റോക്കിൽ ഒരു ബൾക്ക് ഡീല് നടന്നതായിട്ടാണ് കാണുന്നത്. ഏകദേശം 29 ലക്ഷത്തിലധികം ഓഹരികൾ ഇന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്കിൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണെങ്കിലും വരും വർഷങ്ങളിൽ വലിയ വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ ഒരു സ്പെക്കുലേഷനാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ മുന്നേറ്റം ഉണ്ടാകാൻ ഒരു കാരണം. എങ്കിൽ പോലും ഈ സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് പോസിറ്റീവിൽ ആവാത്തിടത്തോളം കാലം ഈ സ്റ്റോക്ക് ഇപ്പോൾ പരിഗണിക്കുന്നത് ഒരു റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 550 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒരു ലോങ് ടേം നല്ലൊരു എൻട്രി ലെവലായിരിക്കും. ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിൽ ഇടേണ്ട ഒരു സ്റ്റോക്കായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.